2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, യൂട്യൂബിലിട്ടിരുന്നു, അതുപോലെ FB-ലൊക്കെ ഇട്ടിരുന്നു. കുറച്ച് ആൾക്കാർ വെയിലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന പ്രവാസികളുടെ ദുരിതക്കാഴ്ച. അപ്പോൾ കുറേ ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ അതിൽ കമൻ്റായിട്ട് പങ്കുവച്ചു. ഒരുപാട് പേര് അത് ഷെയർ ചെയ്തു. അവർക്കൊക്കെ ഒരുപാട് നന്ദി. അതിൽ ചില ആൾക്കാർ ആരെ പറഞ്ഞണം, ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ ചെറിയ കമൻറ്റ് കിട്ടും, മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു കമൻറ്റാണ്. അവർ ഞാനത് ഡിലീറ്റ് ചെയ്തു ഓൾറെഡി. കാരണം ഞാൻ ഈ മറുപടി പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഇനിയിപ്പോൾ പ്രവാസികൾ അയാളൊരു ശത്രുവായിട്ട് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കമൻറ്റ് എങ്ങനെയായിരുന്നു, അവർ ഒരു 5 മിനിറ്റ് പണി ചെയ്ത് കഴിഞ്ഞിട്ട് പോയി തണലത്ത് പോയിരിക്കും, 5 മിനിറ്റ് പണി ചെയ്യും. എന്നിട്ട് പണ്ടത്തെ പോലെ ആൾക്കാർ പണി ചെയ്യില്ല, വൈകുന്നേരം കഴിഞ്ഞാൽ പോയി കള്ളു കുടിച്ച് അർമാദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ മാനസികമായിട്ട് വളരെ പ്രയാസം തോന്നി. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാലെങ്കിലും അത് മനസ്സിലാവാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി. നിങ്ങളൊക്കെ ഈ പ്രവാസികളെ കുറിച്ചിട്ട് എന്താ കരുതിയിരിക്കണേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒന്നും അനുഭവിക്കാത്ത ജീവിതം നിങ്ങൾക്കൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും, പറഞ്ഞു കേൾക്കുന്ന കഥകൾ മാത്രമായിരിക്കും. മനസ്സിലായ? അപ്പോൾ അത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ. നാടും വീടൊക്കെ വിട്ടിട്ട് പ്രവാസിയായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ഇത്രയ്ക്ക് വിഷമമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഇപ്പോൾ മലയാളികളായാലും ഇന്ത്യയിലെ ആര് തന്നെ ആയാലും അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു പ്രവാസിയുടെ കണ്ണീരിൻ്റെ കഥകളുണ്ടാവും. നിങ്ങൾക്കതറിയോ? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ നിന്ന് അയക്കുന്ന പണത്തിൻ്റെ ഒരു ശതമാനം ഗവൺമെൻറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ഗവൺമെൻറ് ഈ പ്രവാസികൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ലീവിന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ചെന്ന് സമയത്ത് ആ പെട്ടികളൊക്കെ തുറക്കണ സമയം വരെ വീട്ടുകാരുടെ കയ്യിലും ആരുടെ കയ്യിലും സ്നേഹം നമുക്ക് ഉണ്ടാവുള്ളൂ, കൊണ്ടുപോകുന്ന പെട്ടിയുടെ ഭാരത്തിനനുസരിച്ചിട്ട്. നിങ്ങൾ ഇന്ന് നാട്ടിൽ നിന്ന് പ്രവാസിയായിട്ട് നാട്ടിലെത്തിയോ അന്ന് മുതൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അന്യനെ പോലെ ആയിരിക്കും. ഒരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എത്രയായാലും നാട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലായാലും നാട്ടിലായാലും പണ്ടുണ്ടായ പോലെ ആ ഒരു സ്നേഹത്തോടു കൂടി അവർ പെരുമാറണമെന്നില്ല. ഒരകൽച്ച നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഏതൊരു പ്രവാസിക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രവാസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ ആത്മാർത്ഥമല്ലാത്ത സ്നേഹവും അതുപോലെ സൗഹൃദങ്ങളൊക്കെയാണ്. ഒക്കെ ഒരു കാട്ടിക്കൂട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് അവസാനം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് അവഗണന. ജോലിയും കൂലിയില്ലാതെ തിരിച്ചു വരുന്നൊരു പ്രവാസി നാട്ടിൽ നിന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രവാസിയായിട്ട് തിരിച്ച് നാട്ടിൽ ചെല്ലണം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഓരോ പ്രവാസിയും എന്തുമാത്രം അവർ കഷ്ടപ്പെടുന്ന കണ്ണീരിൻ്റെ കണക്കിൽ നിന്ന് എത്രമാത്രം ഗവൺമെൻറ്റിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പ്രവാസികളുടെ ക്ഷേമത്തിനെന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പുണ്ട്. അവർ പറയുന്നുണ്ട്, പ്രവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്നൊക്കെ. എന്ത് പുനരധിവാസം, എന്ത് ക്ഷേമം? ഗൾഫിൽ ജോലി മതിയാക്കി നാട്ടിലെത്തുന്ന പ്രവാസികളുടെ എത്ര ആൾക്കാരുടെ ക്ഷേമം ഈ വകുപ്പ് അന്വേഷിച്ചിട്ടുണ്ട്? വീടും കൂടില്ലാണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന എത്ര കുടുംബങ്ങളുടെ കണ്ണീര് ഒപ്പിയിട്ടുണ്ട് ഇവർ? എത്ര പേർക്ക് വീടുണ്ടാക്കി നൽകിയിട്ടുണ്ട്? ഇതാണോ അവരുടെ പുനരധിവാസം? പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയുന്നുണ്ട്, പ്രവാസികളെ കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട് പ്രേരിപ്പിക്കാമെന്ന്. അത് നല്ല കാര്യം. അതായത് അവരുണ്ടാക്കിയതൊക്കെ പൈസയൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, നിങ്ങളെങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ, അല്ലേ? ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ സർക്കാർ പെൻഷനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രവാസികൾക്ക് ഒരു പെൻഷൻ ഏർപ്പെടുത്തുന്നില്ല? അവരെന്താ മനുഷ്യരല്ലേ? മാസം ഒരു 500 രൂപ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് ചായയെങ്കിലും അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റില്ല? നാടിനും വീടിനും വേണ്ടി ഇത്ര നാളും കഷ്ടപ്പെട്ട് ജീവിത സായന്തനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ഒരു മാസം അല്പം പെൻഷൻ തുക കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? അപ്പോൾ ഇതാണ് പറഞ്ഞത്, പണമില്ലാത്തവൻ പിണം എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ?
അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു 5-6 വർഷം മുൻപൊക്കെയാണ് തോന്നുന്നുണ്ട് ആരോ പ്രവാസി വന്ന വർക്ക്ഷോപ്പൊക്കെ നടത്തിയിട്ട് അതിന് പോലും സമ്മതിക്കാണ്ട് അയാള് കാശ് ഉള്ള പൈസ മുഴുവൻ, അതായത് ഒരുപാട് പ്രവാസികൾ അവരെ ഗൾഫിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ വെച്ചിട്ട് നാട്ടിലൊരു ഇൻഡസ്ട്രി വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വരെ സമ്മതിക്കില്ല ആരും. സ്വന്തം കയ്യിലുള്ള പൈസ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അതിന് സമ്മതിക്കില്ല. ആരോ പറഞ്ഞ വരവേൽപ്പ് സിനിമയിൽ മോഹൻലാലിന് സംഭവിച്ച പോലെ. എന്നിട്ട് എന്താ അവസാനം കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് ഗത്യന്തരം ഇല്ലാണ്ട് വീണ്ടും നാടുവിട, വീണ്ടും പ്രവാസിയാവുക, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരാ. എന്നിട്ട് എന്ത് പുനരധിവാസം, എന്ത് ക്ഷേമം നടത്തുന്ന പറയണേ. എന്നിട്ട് പ്രവാസികള് സമ്പന്നര്, അവരുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്. ഒരു പ്രവാസിയുടെ മക്കളെ സ്കൂളിൽ ഇപ്പൊ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്ന ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ ഒരു കുട്ടീനെ നല്ലൊരു രീതിയിൽ പഠിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കണമെന്നറിയോ? ലക്ഷങ്ങള്. ഈ പ്രവാസം എന്ന് പറഞ്ഞ പ്രവാസി എന്നുള്ളൊരു പേര് നെറ്റി മുട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പിന്നെ അവൻ വലിയ പണക്കാരനാ, കോടീശ്വരൻ. കയ്യിൽ ചിലപ്പോ 10 പൈസ ഉണ്ടാവില്ല. അത് നാട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ, വീട്ടുകാർക്ക് അങ്ങനെ തന്നെ. നീ ഇത്ര നാൾ ഗൾഫിൽ നിന്നല്ലേ, നിന്റെ കയ്യിൽ എന്താ 10 പൈസ ഇല്ലാത്ത? 10-15 വർഷം ഗൾഫിൽ നിന്ന് കഴിഞ്ഞിട്ട് 10 പൈസ കയ്യിലില്ലാന്നാ ആരെങ്കിലും വിശ്വസിക്കോ? എങ്ങനെ കയ്യിൽ പൈസ ഉണ്ടാവാനാ? കിട്ടണ പൈസ ഇപ്പൊ 20,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ നാട്ടിലേക്ക് അയക്കും. എങ്ങനെയാ? 5,000 രൂപ അപ്പുറത്താണ്ട് നിന്ന് കടം വാങ്ങിച്ചിട്ട്. എന്നിട്ട് 2 കൊല്ലം വെക്കേഷൻ ടൈമിൽ പോകുമ്പോഴും അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചാലും പോരാ. ഓരോ തവണ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത തവണ പോകുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോയില്ല എന്ന്. എവിടെ ഇന്നാലും പെട്ടി നിറച്ച സാധനങ്ങളാ ആൾക്കാർക്ക്. ഞാൻ അത് കൊണ്ടുപോയില്ലെങ്കിലോ അവൻ വന്നിട്ടോ എനിക്കൊന്നും തന്നില്ലല്ലോ, അവരെ കറുത്തപ്പം കാണേണ്ടവരും. മനസ്സിലായോ? പിന്നെ അവൻ പൊട്ടി, പിന്നെ അവൻ ആള് ശരിയല്ല, അവൻ കല്യാണം കഴിച്ചപ്പോൾ ബന്ധുക്കളെ വേണ്ട, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. അപ്പൊ പിന്നെ ഇതൊക്കെ ഇതിനെ കേൾക്കാൻ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യും വേണം, നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും പഴി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടെ പ്രവാസികൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഫാമിലി നാട്ടിലുള്ള ആൾക്കാർ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ടെൻഷൻ, വീട്ടിലെ കാര്യങ്ങൾ, ഇവിടുത്തെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ കാര്യങ്ങൾ, മനസ്സിലായ അതിന് പുറമെ ഒരു ലോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, താഴെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സൊക്കെ ആണെങ്കിൽ അവരുടെ സൂപ്പർവൈസേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്തുമാത്രം അധിക്ഷേപങ്ങൾ ഡെയിലി, ചിലപ്പോൾ തല്ല് വരെയൊക്കെ കിട്ടുന്നുണ്ടാവും. എനിക്ക് അനുഭവമുണ്ട് എൻ്റെ കമ്പനിയിൽ. ഒന്നും പറയാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ നാട്ടുകാർ അറബികൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ നാടാണ്. മനസ്സിലായ? അപ്പൊ ഇതുപോലെയൊക്കെ ഒരുപാട് വിഷമത്തിലൂടെ ഓരോ ദിവസവും മൈൻഡിൽ, നമ്മുടെ ബ്രെയിനിൽ ഇനി എന്താ ചെയ്യേണ്ടത്, നാളേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ വീട്ടിലേക്ക് പൈസ ഓരോ തവണയും ആൾക്കാർ വീട്ടിൽ നിന്ന് എനിക്ക് അതിന് പൈസ വേണം, ഇതിന് പൈസ വേണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആ ചിന്ത ഉണ്ടല്ലോ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ ഈ കമന്റ് ഇടില്ലായിരുന്നു. ഇവിടെ ഓരോ ദിവസവും കാലത്ത് നേരം വെളുക്കുന്നു, യാന്ത്രികമായിട്ടുള്ളൊരു ജീവിതമാണ്. കാലത്ത് വന്നു, നേരം വെളുത്തു, ജോലിക്ക് പോയി, എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ കഴിച്ചു, അത് കഴിഞ്ഞ് വൈകുന്നേരം റൂമിലെത്തി. ഇതിനിടയ്ക്ക് കുറച്ച് കിട്ടുന്ന സന്ദർഭങ്ങളിലാണ് വീടുകളിലേക്ക് ഫോൺ വിളിക്കുക, കുട്ടികളുടെ സംസാരം കേൾക്കുക. അതിൻ്റെ ഇടയിലൊക്കെ വീട്ടിൽ നിന്നുള്ള തല്ലൂട്ടം, വക്കാണം, പരാതി, പരിഭവമൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കാണും, ഈ ബഹ്റൈനിലും അതുപോലെ മറ്റുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ ഒരുപാട് ഹൃദയാഘാത മരണങ്ങൾ. ഈ ഹൃദയാഘാത മരണങ്ങൾക്ക് അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷൻ കൂടി ഒരു കാരണക്കാരാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ പ്രവാസികളെ പുച്ഛത്തോടെ കാണരുത്. കാരണം ഒരുപാട് ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പ്രവാസികൾ. അവർക്ക് നാട്ടിൽ വന്നിട്ട്, ഞാനിപ്പോൾ ഒരു 2019 അവസാനിപ്പിച്ച് വന്ന വ്യക്തിയാണ്. എനിക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ട വന്നു പല സാഹചര്യങ്ങൾ കൊണ്ട്. മനസ്സിലായ? അപ്പോ നമ്മള് ഒരു തവണ പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല മക്കളെ, പെട്ടു. നമ്മള് നീരാളിപ്പിടുത്തത്തിൽ പെട്ട പോലെയാ. അപ്പൊ ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിൽ കൂടെയാണ് പ്രവാസികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം എന്താന്നുള്ളത്, അതായത് ഒരു 10-25 വയസ്സൊക്കെ കഴിഞ്ഞ് പ്രവാസം എടുത്ത ആൾക്കാർ അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. അവർക്ക് ലൈഫ് ഇല്ല.
എന്നിട്ടും നിങ്ങൾ പ്രവാസികളെ കുറിച്ചിട്ട് അവർ കള്ളത്തരങ്ങളാണ് കാണിക്കണം, അവർ ജോലിക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് അവർ എൻജോയ് ചെയ്യണേ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇത്രയ്ക്കേ പറയാനുള്ളൂ. ആ കമന്റ് ഇട്ട വ്യക്തിയോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയ്ക്കും പറയിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വേറൊന്നല്ല, ദയവ് ചെയ്ത് പ്രവാസികളെ കുറിച്ച് അല്പമെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ.